എല്ലാ നിമിഷവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി. എല്ലാ കാര്യങ്ങളും ഈശോയെ പ്രതി ചെയ്യുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാവും. പരിശുദ്ധ അമ്മ എല്ലാം ഈശോയെ പ്രതി ചെയ്യാൻ നമ്മളെ വിളിക്കുന്ന അമ്മയാണ്. അവസാന നിമിഷം എല്ലാ നേരവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചോ എന്നൊരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. മാതാവ് മക്കളായ നമ്മെ വിളിക്കുന്നത് എല്ലാ സമയവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് ജപമാല മുത്തുകളിൽ നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മൂവാറ്റുപുഴ വാഴക്കുളത്ത് നിന്നുള്ള ജെയിനും ഷാൻസിയുമാണ് ഇന്ന് ജപമാല മുത്തുകളിൽ നമ്മളോടൊപ്പമുള്ളത്. വചനപ്രഘോഷകനും ഗായകനും സംഗീത സംവിധായകനും മരിയഭക്തനുമായ ജെയിൻ, അതോടൊപ്പം അധ്യാപികയായ ഷാൻസി. ഇവർ ജപമാല ഉണ്ടാക്കി അനേകർക്ക് ജപമാല നൽകുന്ന വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നത് എന്ന് നമുക്കിവരോട് ചോദിച്ചറിയാം. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ജപമാല മുത്തുകളിലേക്ക് ജെയിനെയും ഷാൻസിയെയും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ളൊരു യാത്ര ചെയ്യുന്നൊരു കൂട്ടായ്മയാണല്ലോ. പരിശുദ്ധ അമ്മയില്ലാതെ സഭയില്ല. ഏറ്റവും കൂടുതൽ മരിയഭക്തി നമ്മുടെ കേരളത്തിലാണെന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. ധാരാളം ജപമാലകളും ധാരാളം മാതാവിനുള്ള പ്രാർത്ഥനകളും ഉയരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജപമാല പ്രചരിപ്പിക്കാനായിട്ട്, അതും ഈ ജപമാല കെട്ടിക്കൊണ്ട് അല്ലേ, ജപമാലകൾ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ മാതാവിനെ പ്രചരിപ്പിക്കാനായിട്ട് എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ചെറുപ്പം മുതലേ മാതാവിനോട് ഒത്തിരിയേറെ പ്രാർത്ഥനയിലും ഒക്കെയാണ് ഞാൻ ജീവിച്ചു വളർന്നത്. ഷാൻസി അല്ലേ? ഓക്കെ. അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 8-ാം ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിറ്റ് ആവേണ്ട വന്നു. അന്നാണ് അറിയുന്നത് യൂട്രസിൽ വലിയൊരു മുഴയുണ്ടെന്ന്. അങ്ങനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 5 കിലോത്തോളം വളർന്ന മുഴയായതുകൊണ്ട് യൂട്രസ് പാടെ അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മേരി എന്ന് പറഞ്ഞ ഡോക്ടർ ഒത്തിരി പ്രാർത്ഥിക്കുന്ന, മാതാവിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോള് മാതാവിനോട് പ്രാർത്ഥിച്ചോ, ഞാൻ യൂട്രസ് റിമൂവ് ചെയ്യുന്നില്ല, മുഴ മാത്രം റിമൂവ് ചെയ്യാം. അങ്ങനെ എൻ്റെ 11-ാമത്തെ ദിവസം എൻ്റെ ഓപ്പറേഷനായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ എനിക്കതിനെക്കുറിച്ച് ഒത്തിരിയേറെ അറിയില്ലായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ 3-ാം ദിവസം ഓപ്പറേഷൻ ചെയ്തു. കാരണം യൂറിൻ എനിക്ക് പോകുന്നില്ലായിരുന്നു, ബ്ലാഡറിനെ പ്രസ് ചെയ്ത്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർ ജെയിൻ ചേട്ടനോടാണ് പറഞ്ഞത് 95% കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല. കാരണം യൂട്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ എന്നും പ്രാർത്ഥിക്കും മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്തേ വിശേഷമൊന്നും ആവുന്നില്ല. അപ്പോൾ എനിക്ക് അത്രയും സീരിയസ്നെസ് അറിയില്ല. കാരണം ജെയിൻ ചേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ ജെയിൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ ഒന്ന് പോയി കാണണം, കാരണം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയല്ലോ.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയചേട്ടൻ അതിന് മുമ്പ് ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്, ഡോക്ടർ പറയണ്ട, സാധ്യത കുറവാന്ന് പറയണ്ട. അപ്പോഴും ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമല്ലേ, അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചോ, കിട്ടും, കുഞ്ഞിനെ കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഷാൻസി, പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് സത്യം പറഞ്ഞ ഒരു നിരാശയിലേക്കൊന്നും വന്നില്ല. കാരണം എപ്പോഴും പ്രാർത്ഥിക്കും. ജയചേട്ടൻ ആണെങ്കിൽ ധ്യാനത്തിൻ്റെ ഇതിലായിരുന്നുകൊണ്ട് എനിക്ക് ചെറുതിലേ മുതൽ 10-16 ജപമാലയൊക്കെ വെച്ച് ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ എന്നും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ മാസം ഞാൻ പ്രഗ്നൻ്റായി, ഒരു മരുന്നും കഴിക്കാതെ. ആ സിസേറിയൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൽ അവൻ കുടുങ്ങിയൊക്കെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കുട്ടി ഉണ്ടാവാൻ ഷാൻസി ശ്രമിക്കണ്ട, കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവന് 5 വയസ്സായപ്പോൾ അവന് സങ്കടമായി. എനിക്ക് കൂട്ടുകാരൊന്നുമില്ല, മൂത്ത മോൻ. അപ്പോൾ അവൻ എപ്പോഴും ഞങ്ങളോട് പറയും, പപ്പ അപ്പുറത്തൊക്കെ കുഞ്ഞാവകളുണ്ട്, ഞങ്ങൾക്കൊരു കൊച്ചിനെ വേണം. അപ്പം ജയചേട്ടൻ അവനൊരു ദിവസം പള്ളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഞങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈശോയോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഈശോയോട് പറഞ്ഞു, എനിക്കൊരു അനിയനെയോ അനിയത്തിയോ കളിക്കാൻ വേണം. അങ്ങനെ പറഞ്ഞിരുന്ന് ഞങ്ങൾ എല്ലക്കല്ലിൽ ധ്യാനിക്കാൻ പോയിട്ട് വന്ന് 3-ാം മാസം ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ പ്രഗ്നൻ്റായ സമയത്തൊക്കെ ഒത്തിരി വിഷമതകളുണ്ടായിരുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോൾ കുട്ടിയെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രസ് ചെയ്ത് ഒത്തിരി. അപ്പോഴും എന്നോട് ആ ഡോക്ടർ പറഞ്ഞു, മോളെ മാതാവിനോട് പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റായിട്ടും കുട്ടിയെ കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, മോളെ കുട്ടിയെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഒത്തിരി വേദന സഹിച്ച് ആണ് ഇത്രയായത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് തരണം. അങ്ങനെ പറഞ്ഞ നിമിഷം ഡോക്ടർ വലിച്ചെടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഹെഡ് നേഴ്സ് പറഞ്ഞു, ഇനി ഈ കുട്ടി ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, കാരണം ആ അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിർത്തിയേക്കാമെന്ന്. അപ്പോൾ അതിനു മുമ്പ് ഡോക്ടർ എപ്പോഴും ജയചേട്ടനോട് ചോദിക്കും, പ്രസവം നിർത്തുമല്ലേ? അപ്പോൾ ജയചേട്ടൻ പറയും, നിർത്തണ്ട ഡോക്ടറെ, കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാവുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ നിർത്തണ്ട എന്ന് പറയും. അപ്പോൾ ഈ നേഴ്സ് എന്നോട് പറഞ്ഞു, മോൾ എന്തായാലും ഞങ്ങൾ പ്രസവം നിർത്താൻ പോവുക, ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, നിർത്തണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. കുട്ടിയുടെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമില്ല, കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണത്. അങ്ങനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയചേട്ടൻ പറഞ്ഞു, നിർത്തണ്ട. പക്ഷെ ഇവർ നിർത്താം എന്ന് ശരിക്കും അവർ ഞങ്ങളുടെ ഇഷ്ടത്തിന് നിർത്താൻ പോകാമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഓവറി കാണാനില്ല, എനിക്ക് 2 ഓവറികളും കാണാനില്ല. ഇവർ പറഞ്ഞു, ഇത് എന്നെ അത്ഭുതം. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും വന്നു, ഈ കുട്ടിക്ക് ഓവറിയേ ഇല്ല, പിന്നെ ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റായി എന്നാൽ അവരെല്ലാവരും അവിടെ നിന്ന് അത്ഭുതത്തോടെ പറഞ്ഞൊരു സംഭവം. അന്നേരം ഞാൻ ഓർത്തു, മാതാവിലൂടെ കിട്ടിയ കുട്ടികളാണ് അവർ 2 പേരും എനിക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും തന്നെ പറയാറുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവും നടക്കാതിരിക്കില്ല. കാരണം എനിക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി. ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും പറയുന്നത് കൊണ്ടും പിന്നെ ഈശോയോടുള്ള ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെയും കൂടി ഞങ്ങൾക്ക് വേണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവം കേട്ടിട്ട് പലരും തന്നെ പറഞ്ഞു. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞാൻ എപ്പോഴും പറയും, ഈശോയോട് തോണ്ടി പറയാനുള്ള ഒരേ ഒരു അവകാശമുള്ള ഒരു വ്യക്തിയാണ് മാതാവ്. കാരണം എന്ത് കാര്യം അവകാശത്തോടെയും സ്നേഹത്തോടെയും പറയാൻ മാതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായതാണ്. പിന്നെ ഞാൻ ഒരു തമാശയ്ക്കാണ് ആദ്യം ജപമാല കെട്ടാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ വെച്ച്, കല്യാണത്തിനൊക്കെ മുമ്പ്. അവിടെ പറവൂരടുത്താണ്, അപ്പോൾ അവിടെ എല്ലാവരും കൊന്ത കെട്ടും. അങ്ങനൊരു തമാശയ്ക്ക് പഠിച്ചതാണെങ്കിലും പിന്നെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇതായി. ഞാനങ്ങനെ ഓരോരുത്തർക്ക് കെട്ടിക്കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ അടുത്ത് ബേബി ജോൺ കലയന്താനിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു കാവനക്കപ്പേള, കാവന മാതാവ് പറയുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയിരുന്ന് ജപമാല ഞാനും കുട്ടികളും കൂടി പോയിരുന്ന് ചൊല്ലും. അപ്പോൾ 100 ജപമാല ഞാൻ ഈ ദിവസങ്ങളിൽ കെട്ടിയിട്ട് അവിടുത്തെ യുവജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, പൈസ കൊടുത്ത് മേടിക്കുന്നേക്കാളും ഒരു സന്തോഷമാണ് വെറുതെ ഒരു ജപമാല ഇങ്ങനെ കെട്ടിത്തരുമ്പോൾ, അതുകൊണ്ട് ചൊല്ലുമ്പോൾ. അപ്പം ഞാൻ എപ്പോഴും പറയും, മാതാവിനോട് പറഞ്ഞാൽ അസാധ്യമായിട്ട് യാതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് എൻ്റെ ജീവിതത്തിലൂടെ തന്നെ ചെറുതിലേ മുതലേ മാതാവിനോട് ഒത്തിരി, അതാ എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഒത്തിരിയേറെ പ്രാർത്ഥിക്കും.
ശരിക്കും ജപമാല കെട്ടാനായിട്ട് തുടങ്ങിയത് ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ, ചിന്തിക്കാതെയാണ്. പക്ഷെ ഈ ഒരു കല്യാണത്തിന് ശേഷം ഈ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതാണ് കൂടുതൽ എന്നെ മാതാവിനോട് അടുപ്പിക്കാൻ കാരണം. അപ്പോഴത്തേക്ക് അതൊരു ഒരു വിളി പോലെ അങ്ങ് സ്വീകരിച്ചു അല്ലേ ജപമാല? ഇപ്പൊ ഇത് കെട്ടാതിരിക്കുക ഒരു വിഷമമാണ് എനിക്ക്. എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും ജപമാല, കൊന്തയും നൂലും. ജപമാല കെട്ടിയില്ലെങ്കിൽ ഒരു വിഷമമാണ്. അതെ, കെട്ടിയില്ലെങ്കിൽ ആകെ ഒരു വിഷമം പോലെ എന്തോ ഒരു. ജപമാല ഇങ്ങനെ കെട്ടുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടാണോ കെട്ടുന്നത്? മിക്കവാറും പ്രാർത്ഥിക്കും. പിന്നെ കുഞ്ഞുങ്ങളായ പിന്നെ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അതിനു മുമ്പൊക്കെ എപ്പോഴും നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ജപമാല കെട്ടിക്കൊണ്ടിരുന്നത്. ഇത് ജപമാല കെട്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയുള്ളവർക്കാണ്? ആർക്കൊക്കെയാ കൊടുക്കുന്നത്? ചോദിക്കുന്നവർക്കേ കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ ഒരിക്കൽ ആവശ്യപ്പെടാതെ ജപമാലകൾ കൊടുത്തു. അത് പിന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. അപ്പം ഞാൻ പറയും, വില കൊടുത്ത് വാങ്ങിയാൽ അതിനൊരു, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മളോട് ചോദിക്കണം, എനിക്കൊരു ജപമാല വേണോ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞാനത് കെട്ടിക്കൊടുക്കും. ചോദിക്കുന്നവർക്ക് അപ്പൊ തന്നെ കെട്ടിക്കൊടുക്കും. എങ്ങനെയുള്ളവരൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിച്ചിട്ടുള്ളത് ജപമാല? അമ്മച്ചിമാരാണ് കൂടുതൽ എന്നോട് പറയുന്നത്. പിന്നെ ഇപ്പോൾ യുവാക്കന്മാരിങ്ങനെ കറുത്ത കൊന്തയൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്തുള്ള കുട്ടികൾ പറയും, ചേച്ചി അങ്ങനത്തെ കൊന്ത കെട്ടി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും, ചേച്ചി കൊന്ത കെട്ടിത്തരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ആ കൊന്തയ്ക്ക്. കാരണം മിക്കവാറും ഞാനത് പ്രാർത്ഥനയോടുകൂടി മാത്രമേ കെട്ടാറുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കുന്നോണ്ടായിരിക്കും അവർക്ക് ആ ഒരു പ്രത്യേകത അവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? അത് ഒരു ദിവസം എനിക്കിങ്ങനെ ഞാനൊരു ജപമാല കെട്ടിയപ്പോൾ ഒരു മുത്ത് കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ജസ്റ്റ് ഞാനത് അവിടെ എടുത്ത് വെച്ച നിമിഷം എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു മാലയല്ല, എൻ്റെ ജപമാലയിൽ 59 മുത്തുകൾ ഉണ്ടാവണമെന്ന് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നീ കെട്ടിയത് ഒരിക്കലും ഒരു മുത്തുമാലയല്ല, ജപമാലയാണ്, അതിന് 59 മണി ഉണ്ടായിരിക്കണമെന്ന്. അത് പിന്നെ എൻ്റെ ജപമാല എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ഞാനതെടുത്ത് മാറ്റി വെക്കാറുള്ളൂ. അതന്നങ്ങനെ മനസ്സിലങ്ങനെ തോന്നി ശരിക്കും. ഞാനത് പിന്നെ എനിക്ക് മടിയായിരുന്നു. കുരിശ് വരെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം അഴിച്ചിട്ട് വേണം ഒരു മുത്തതിൽ കോർത്ത് വെക്കാൻ. അത് ഇരട്ടിപ്പണിയാണ്. എന്നാലും ഇങ്ങനെ തന്നെ ആവണമെന്ന് ഉള്ളിൽ തോന്നി അല്ലേ? ഈ ജെയിൻ ജപമാല കെട്ടാറുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ ജപമാല കെട്ടും. കൂടെ ഇരുന്ന് ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഞാൻ അങ്ങനെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇടയ്ക്ക് ഞാൻ കെട്ടും. പിന്നെ ആദ്യം ഞാൻ കുരിശ് കെട്ടി, ഞാൻ ഉള്ള സമയത്ത് ഞാൻ കുരിശൊക്കെ കെട്ടി കൊടുത്തങ്ങനെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കെ. ഈ ഒരു ഇപ്പോൾ ഷാൻസിയാണല്ലോ കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയെ എങ്ങനെയാണ് ജെയിൻ കാണുന്നത്? ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഒരിക്കലും ഇങ്ങനെ എൻ്റെ ഷാൻസിയുടെ വീട് പറവൂരാണ്. പറവൂരിൽ ഞങ്ങളിങ്ങനെ ബൈക്കിൽ ഒരിക്കലും യാത്ര ചെയ്ത് പോരുകയാണ്. ഞങ്ങൾ ബൈക്കിൽ കയറുമ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ട് പോയപ്പോൾ ഒരു പെരുമ്പാവൂർ അടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാതാവ് എൻ്റെ പേഴ്സ് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി പേഴ്സ് എടുത്ത് നോക്കിയ പേഴ്സുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ പെട്ടെന്നൊരു 10 രൂപ എടുത്ത് ഷാൻസിലായി കൊടുക്കാൻ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് തോന്നുവാനേ, ഉള്ളിൽ തോന്നുക. അപ്പോൾ ഒരു 10 രൂപ എടുത്തു ഷാൻസിലായി കൊടുത്തു. ഷാൻസി ചോദിച്ചു, എന്തിനായി 10 രൂപ? ഞാൻ എനിക്കറിഞ്ഞൂടാ, മാതാവ് ഇങ്ങനെ പറയുന്നു, ഒരു 10 രൂപ എടുത്ത് ഷാൻസിലായി തരാൻ പറയുന്നു. പിന്നെ ഞങ്ങൾ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ജപമാല വീണ്ടും ചൊല്ലി ഞങ്ങൾ ഇങ്ങനെ പോരുക. മൂവാറ്റുപുഴ ടൗൺ പള്ളിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ബൈക്ക് നിന്നുപോയി. എൻ്റെ ടൗൺ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ എൻ്റെ ബൈക്ക് നിന്നുപോയി. ഒരു പുതിയ ബൈക്കാണ്, പക്ഷേ സെൽഫ് സ്റ്റാർട്ടാവുന്നില്ല, കിക്കർ അടിച്ച് സ്റ്റാർട്ടാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിങ്ങനെ മാതാവിന് എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താണെങ്കിലും ബൈക്ക് നിൽക്കാൻ കാരണം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ടൗൺ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ചേച്ചി നല്ല പേർ സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങ് കാണുമോ ഞാനിങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചി കൊണ്ട് 10 രൂപ കൊടുക്കാൻ പറഞ്ഞു. ആ ചേച്ചി കൊണ്ട് 10 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഷാൻസി പറഞ്ഞു, ചേച്ചിട്ടാ അത് എന്നെ അടിപൊളിക്കാനുള്ള പരിപാടിയാണെന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. കാരണം ഒരു നല്ല ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, മാതാവ് പറഞ്ഞാൽ ചേച്ചി കൊണ്ട് 10 രൂപ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഷാൻസി ചെന്നു ചേച്ചിയോട് ചോദിച്ചു, എന്താ അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, മോളെ, ഞാൻ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പൈസയില്ല, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ ഡ്രസ്സിലിങ്ങനെ ആരോടെങ്കിലും പൈസ ചോദിച്ചാൽ അത് വേറെ രീതിയിലേക്ക് എന്നെ കാണും. അതുകൊണ്ട് മാതാവിനോട് ഞാൻ
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാതെ ആരെങ്കിലും ഞാൻ ചോദിക്കാതെ ഒരു 10 രൂപ എനിക്ക് കൊണ്ട് തരണമെന്ന് അരമണിക്കൂറായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കറക്റ്റ് സമയത്താണ് മാതാവിൻ്റെ തോന്നിച്ചതും അവിടെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഈ 10 രൂപ ഷാൻസി ആ ചേച്ചിക്ക് കൊടുത്തു കഴിയുമ്പം കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണീർ വന്നിട്ട് ആ ചേച്ചി അവിടെ മുട്ടുകുത്തി മാതാവിയെ നന്ദിയിട്ടെന്ന് പറയുന്നത് അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവം. അല്ല, നമുക്ക് ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഭയങ്കര എക്സ്പീരിയൻസായി. കാരണം ഇപ്പോൾ മറ്റൊന്നും പറയുന്നില്ല, ഷാൻസിയെ ഞാൻ കണ്ടു, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ എൻ്റെ പ്രോഗ്രാം ചാർട്ടൊക്കെ പറയാറുണ്ട്. കണ്ടതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ശുശ്രൂഷയുടെ അപ്പോൾ കല്യാണം ആയപ്പോഴത്തേനും ഷാൻസി 1000 ജപമാല എനിക്ക് വേണ്ടി ചെയ്തിരുന്നു കല്യാണത്തിന് മുമ്പേ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ നന്ദി പറഞ്ഞ് എപ്പോഴും പോകും. അപ്പോൾ അങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ മാതാവിന് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യത്തിൽ മാതാവ് മറ്റ് ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അറിയിപ്പ് കൊടുക്കുന്നത് അല്ലേ? എന്നിട്ട് ആ കാര്യങ്ങൾ നടത്തുന്ന രീതി. അതുപോലെ ജപമാല കൊടുക്കുമ്പോൾ ഇപ്പോൾ ഷാൻസി കെട്ടിത്തരുന്ന ജപമാല ഞാൻ കുറച്ചൊക്കെ എൻ്റെ കൈ കൊണ്ടു നടക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാവുന്ന രീതിയിൽ. ജോർദാൻ മിനിസ്ട്രി കോതകുളം ടീമിൻ്റെ ഡയറക്ടർ സെബാസ്റ്റ്യൻ പന്നാരക്കെന്ന് വെച്ചാൽ ടോമി ബ്രദറാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ ധ്യാനത്തിൽ പോയി സഹായിക്കാറുണ്ട്. അപ്പോൾ കുട്ടിയും വിമല ഹൃദയ ധ്യാന ദരിദ്രത്തിൽ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മ ഇടയ്ക്കൊന്ന് ചൊറിഞ്ഞു, മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി, അമ്മയുടെ കണ്ണിൽ നോക്കിയപ്പോൾ കണ്ണുനീര് വരികയാണ്. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? അന്നേരം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും മക്കളുമൊക്കെ 2 ധ്യാനം കൂടിയിട്ട് പോയതാണ്, വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി. അവിടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഈ അമ്മ എനിക്ക് ഇത് സാധിച്ചു തരുമെന്ന് കുടുംബത്തെ സമാധാനം എനിക്ക് തരുമെന്ന് വിശ്വാസമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ ജപമാല പൊട്ടി, പഴകിയൊരു ജപമാലയാണ്, പൊട്ടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. എന്നിട്ട് ആ ജപമാല പിടിച്ച അമ്മ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ജപമാല എടുത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവനെ നോക്കിയവർ പ്രകാശിതരായെന്ന വചനം പറയുന്നത്. അമ്മയിലൂടെ യേശുവെ നോക്കുക, എന്നിട്ട് പ്രകാശത്തിൻ്റെ രഹസ്യം ചൊല്ലി അമ്മ പ്രാർത്ഥിക്കുക. ഈ ജപമാല കൊടുത്തിട്ട് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ട് ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ പോയി. ഒരിക്കൽ ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഓടി വരിക എൻ്റെ അടുത്തേക്ക്. കാരണം ഞാൻ ഈ അമ്മയുടെ ഇടവകയിലൊരു ധ്യാനം നടത്താൻ ഞങ്ങൾക്ക് ഒരവസരം കിട്ടി കഴിയുമ്പോൾ അമ്മ ഓടി വന്നിച്ച് എന്നെ ഓർക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അന്ന് തന്ന ജപമാലയാണ് ഇതെന്ന് പറഞ്ഞ് ആ ജപമാല കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും മാതാവ് ജപമാലയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങളിലൂടെ മറ്റ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ജപമാലയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയുമ്പം ഓർക്കാറുള്ളതാണ് ഈ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഒരു പുസ്തകവും അതിൽ മാതാവ് നൽകുന്ന ഒരു 15 വാഗ്ദാനങ്ങളും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 15 കാര്യങ്ങൾ ഞാനതൊന്ന് ഈ പുസ്തകത്തിൽ നിന്നുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമത്തത്, ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി എന്നെ വണങ്ങുന്നവർക്ക് ശക്തമായ വരപ്രസാദങ്ങൾ ലഭിക്കും. കൂദാശകളിലൂടെയാണ് വരപ്രസാദങ്ങൾ നമ്മളിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ മാതാവിൻ്റെ വാഗ്ദാനം ജപമാല ചൊല്ലിയാൽ വരപ്രസാദം ഉണ്ടാകും. ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയാണ് വരപ്രസാദ അവസ്ഥ. അത് ജപമാലയിലൂടെ നമുക്ക് തരുമെന്നാണ് മാതാവ് പറയുന്നത്. രണ്ടാമത്തത്, ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക സംരക്ഷണം ഞാൻ നൽകും. മാതാവിൻ്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ മാതാവ് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ. മൂന്നാമത്തത്, നരകത്തിനെതിരായ ശക്തമായ കവചനമായിരിക്കും ജപമാല. ദുശീലങ്ങൾ, പാപം, പാഷണ്ഡതകൾ എന്നിവ കുറയുവാൻ ജപമാല സമർപ്പണം കാരണമാകും. അത് അനുഭവത്തിൽ നിന്നുള്ളതാണല്ലോ അല്ലേ? നിരന്തരമായ ജപമാല ചൊല്ലി കഴിയുമ്പോൾ ശക്തമായ സംരക്ഷണവും ചില പാപങ്ങളിൽ നിന്നുള്ള മോചനവും അല്ലേ? അത് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. നാലാമത്തത്, സുഹൃതങ്ങളും സൽപ്രവൃത്തികളും വളർന്നു വരുവാൻ ജപമാല സമർപ്പണം കാരണമാകും. ജപമാല ചൊല്ലുന്നവർക്ക് ധാരാളമായ ദൈവകാരുണ്യം കിട്ടും. ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നിത്യതയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും ജപമാല ചൊല്ലൽ സഹായിക്കും. ശരിക്കും ജപമാല ചൊല്ലുമ്പോൾ നിത്യതയെക്കുറിച്ച് ഓർക്കാനായിട്ട് ധാരാളം അവസരങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോഴും പിന്നെ ON ലീശോയെ
ഞങ്ങളുടെ നരകാഗ്നി ഞങ്ങൾ രക്ഷിക്കണമേ, അതെല്ലാം നിത്യത ഓർമ്മപ്പെടുന്നു. അഞ്ചാമത്തത്, ജപമാല ചൊല്ലി എൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവർ നശിച്ചു പോവുകയില്ല. മാതാവിൻ്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ് ജപമാലയിൽ നമ്മളെ തന്നെ കൊടുക്കുമ്പോൾ. ആറാമത്തത്, ഭക്തിയോടെ ജപമാല ചൊല്ലുകയും ദിവ്യരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ദുരന്തങ്ങൾ കീഴടക്കുകയില്ല. ദുരന്തങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, അതൊരിക്കലും നമ്മൾ കീഴടക്കാൻ മാതാവ് അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരാം, വലിയൊരു ദുരന്തം വരാം, പക്ഷെ ഒരിക്കലും അത് നമ്മളെ കീഴടക്കാൻ മാതാവ് അനുവദിക്കില്ല. അതിനെ തുടർന്ന് തന്നെ ദൈവം തൻ്റെ നീതി കൊണ്ട് അവരെ ശിക്ഷിക്കുകയില്ല. ജപമാല ചൊല്ലുകയും നീതിയോടെ ജീവിക്കുകയും ചെയ്താൽ നിത്യജീവൻ നേടും. ഏഴാമത്തെ കാര്യം, ശരിയായ ജപമാല ഭക്തിയുള്ളവർ സഭയുടെ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. അതൊരു പ്രത്യേക വാഗ്ദാനമാണ്. എട്ടാമത്തത്, ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത കാണിക്കുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവിക പ്രകാശം ലഭിക്കും. മരണസമയത്ത് അവർക്ക് വിശുദ്ധരുടെ പുണ്യയോഗ്യതകളിൽ പങ്കാളിത്തം കിട്ടും. ഒമ്പതാമത്തത്, ജപമാല ഭക്തരായിരുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഞാൻ മോചിപ്പിക്കും. അതൊരു പ്രത്യേക നമുക്ക് പ്രത്യാശ നൽകുന്നൊരു വാഗ്ദാനമാണ്. പലപ്പോഴും നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് എത്ര നാൾ കിടക്കേണ്ടി വരും. പക്ഷെ മാതാവ് നമ്മുടെ ആ ഒരു മനസ്സറിഞ്ഞിട്ട് പറയുന്നൊരു വാഗ്ദാനമാണെന്ന് തോന്നുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കും. പിന്നെ പത്താമത്തത്, വിശ്വസ്തരായ ജപമാല ഭക്തർക്ക് സ്വർഗത്തിൽ ഉന്നത മഹത്വം ലഭിക്കും. 11, ജപമാല ചൊല്ലി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 12, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ എൻ്റെ സഹായം ലഭിക്കും. 13, എല്ലാ ജപമാല ഭക്തർക്കും ജീവിതകാലത്തും മരണസമയത്തും മുഴുവൻ സ്വർഗീയ വൃന്ദങ്ങളുടെയും സഹായം ഉണ്ടാകും എന്ന വാഗ്ദാനം എൻ്റെ പുത്രനായ യേശുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് യേശു കൊടുത്ത വാഗ്ദാനം മാതാവ് നമ്മളോട് പറയുകയാണ്. അത് നമ്മളെ അറിയിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അല്ലേ. 14, ജപമാല ചൊല്ലുന്ന എല്ലാവരും എൻ്റെ മക്കളും എൻ്റെ പുത്രൻ യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരും ആയിരിക്കും. ശരിക്കും ജപമാല ചെല്ലുന്നവരാണ് എൻ്റെ മക്കളെന്ന് മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 15, സ്വർഗത്തിൽ പോകുമെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരിക്കും ജപമാല. ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണല്ലോ ഈ ജപമാല നിരന്തരം കെട്ടുകയും ജപമാല കൈമാറുകയും ചെയ്യുന്നത്. ഈ ഒരു 15 വാഗ്ദാനങ്ങൾ എനിക്ക് വായിക്കാൻ തോന്നിയത് നമ്മളെ കേൾക്കുന്നവർക്കും ഇതൊരു പ്രചോദനമാകുമല്ലോ ജപമാല ചൊല്ലാൻ. എല്ലാവരും അറിയുന്നത് മാതാവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ജെയിൻ, ഷാൻസി, ഈ നിങ്ങളുടെ ഈ ഒരു ജപമാല പ്രേക്ഷിതത്വം അല്ലെങ്കിൽ മാതാവിലൂടെ യേശുവിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ശുശ്രൂഷ വഴി പ്രകടമായ എന്തെങ്കിലും വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ബ്രദറിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട്, അപ്പോൾ ഒരു പ്രസംഗത്തിൽ രാജു ബ്രദർന്നാണ്. ഈ രാജു ബ്രദർ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റൻ്റ് ഇങ്ങനെ ഓരോ വികാരിച്ചൻ്റെ അനുഭവത്തോടെ ഓരോ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, വികാരിച്ചൻ്റെ അനുഭവത്തോടെ. അപ്പോൾ ധ്യാനം കഴിഞ്ഞിട്ട് അവർ പറയും ഇങ്ങനെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നം പൊട്ടിച്ചൊരു വീടുകളിൽ അച്ഛൻ സഹിതം പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നിങ്ങനെ, ബ്രദർ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അടുത്ത് നിന്നൊരു ചേട്ടൻ പറഞ്ഞു അതൊരു പ്രൊട്ടസ്റ്റൻ്റ് ആളാണ് വിളിച്ചത്. അപ്പോൾ വികാരിച്ചനോട് ചോദിച്ച് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ് ആൾ വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യണേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നീ പോയിട്ട് ജപമാല മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, ജപമാല പ്രാർത്ഥന മാത്രമേ ചെയ്യാവുള്ളൂ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ജപമാല പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ കുട്ടി 13 വയസ്സുള്ള കുട്ടി കിടപ്പിലാണ്, കണ്ണ് മാത്രമേ ചലിക്കത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഒന്ന് എണിക്കണം. അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടെങ്കിലും ഒരു ഇതും കിട്ടിയിട്ടില്ല, ആശുപത്രി കൊണ്ടുപോയിട്ട് ചികിത്സ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം വ്യഞ്ചരിച്ച് അവിടെ വയ്ക്കുക, തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം വ്യഞ്ചരിച്ച് അവരുടെ കുടുംബത്തിൽ വയ്ക്കുക, അങ്ങനെ തയ്യാറാണെങ്കിൽ നീ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരോട് വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജബ്രദർ അവിടെ ചെന്ന് പ്രാർത്ഥന തുടങ്ങി. 3ാമത്തെ രഹസ്യമായി കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടി ചാടി എഴുന്നേറ്റു, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന കുട്ടിയാണ്, കിടക്കുന്ന കുട്ടിയാണ്. 3ാമത്തെ രഹസ്യമായപ്പോഴത്തേനും ഇങ്ങനെ വെള്ളം വേണം, എനിക്ക് ഭക്ഷണം വേണം എന്ന് ചാടി പറഞ്ഞു.
അപ്പോൾ ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ചോദ്യചിഹ്നമായി തുടങ്ങിക്കിടന്ന് ജപമാല ചൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്ഭുതം സംഭവിക്കുന്നത്? അത് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ എന്നോട് തന്നെ സ്വയം ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ അമ്മയോട് ചേർന്ന് പറയും, അമ്മ എന്താണ് ഇങ്ങനെ? അങ്ങനെ എനിക്ക് അമ്മ ഒരു ഉത്തരം തന്നു. ഉത്തരം തന്നത് ഇങ്ങനെ പാലക്കാട് വിമൻസ് കോളേജിൽ വെച്ചൊരു ധ്യാനം നടന്നു. ധ്യാനം നടന്നുകൊണ്ടിരിപ്പോൾ അന്ന് ബേബി ജോൺ കലൈന്താനിയും ബാംഗ്ലൂരിലെ CS അച്ഛനാണ്, ബിനീഷ് അച്ഛനും ഉണ്ടാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ വൈകിട്ട് ഒരു 6 മണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ജപമാല റാലിയോടുകൂടി നമുക്ക് ഈ ധ്യാനം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജപമാല മാതാവിനെ വഹിച്ചുകൊണ്ട് ജപമാല പിള്ളേരുണ്ട്, 200 പിള്ളേരുണ്ട്, ഇങ്ങനെ തിരിയും കത്തിച്ച് പോവുകയാണ്. അപ്പം ഞാനാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ചൊല്ലി അന്നേരമൊക്കെ ചുമ്മാ അലക്ഷ്യമായിട്ട് ഞാൻ ചെല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പോൾ ഈ ചൊല്ലിക്കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്ററാണ് തിരി കത്തിച്ചു കൊടുത്തിട്ടുണ്ടിരുന്നത് പിള്ളേർക്ക്. പെട്ടെന്ന് സിസ്റ്ററിനെ അവിടെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ തിരി മാത്രം കത്തിപ്പോവുകയാണ്. 200 പിള്ളേരും പോയി കഴിഞ്ഞു, തിരി മാത്രം ഇങ്ങനെ കത്തിപ്പോവുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതായി, അന്താളിപ്പായി ശരിക്കും പറഞ്ഞാൽ. ഞാനെന്താണ് ഇതിങ്ങനെ കാണുന്നത്? എന്നിട്ട് ജപമാല നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കംപ്ലീറ്റ് ചുവന്ന കസാര ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ കണ്ണ് ഫോട്ടോ എടുക്കും പോലെ ഫ്ലാഷാക്കിയിട്ട് എൻ്റെ കണ്ണ് അടഞ്ഞുപോയി, തുറക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരടി ഉയർന്ന് ആ കസേരയിൽ കംപ്ലീറ്റ് മാലാഖമാരിരിക്കുന്നു. അങ്ങനെ കണ്ട് ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥന എൻ്റെ പിടുത്തം വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഉറക്കെ ചെല്ലാൻ പറ്റും. അപ്പോൾ അച്ഛൻ എൻ്റെ പ്രാർത്ഥനയുടെ ഇത് കേട്ടിട്ടായിരിക്കും അച്ഛൻ പറഞ്ഞു തിരിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ ഇങ്ങനെ തോളത്ത് തട്ടിച്ച് എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കണ്ടച്ചാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, തൊണ്ട കിടിയിട്ടത്. അപ്പോൾ കുറേ സമയത്തിന് ശേഷം ഇങ്ങനെ അച്ഛൻ പറഞ്ഞു എന്താ സംഭവിച്ചത് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല മക്കളും ഞാൻ കണ്ട അതേ സംഭവങ്ങൾ കാണുകയാണ്. അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞു സാർ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ ഓടി ചാപ്പലിൽ ചെന്ന് ഇപ്പം മാതാവിൻ്റെ രൂപം ഇങ്ങനെ വെച്ചിരിക്കും. ഞാൻ മാതാവിനോട് ഇങ്ങനെ കാൽക്കൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ എന്തുകൊണ്ടാണ് അമ്മേ ഞാനത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ തോന്നി ഒരു ജപമാല പുസ്തകം എടുക്കാൻ പറഞ്ഞു. ജപമാല പുസ്തകം എടുത്തു കഴിഞ്ഞിട്ട് വായിക്കാൻ പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, പിതാവിൻ്റെ മകള് നമ്മൾ വായിക്കാറില്ല എപ്പോഴും. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയം, പുത്രൻ്റെ അമ്മ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി. അപ്പോൾ എന്നോട് ഇങ്ങനൊരു ചോദ്യം പോലെ ചോദിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെയായിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു സ്വർഗത്തിലാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാലാഖ വൃന്ദങ്ങളുണ്ട്, നവവൃന്ദ മാലാഖമാരുണ്ട്, സകല വിശുദ്ധരുണ്ട്, ഇങ്ങനെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറയുകയാണ് നീ അവരെയൊക്കെയാണ് കണ്ടതെന്ന് ആ കസേരയിൽ. എനിക്ക് ഒരു ഭയങ്കര പിന്നെ ഞാൻ പറയാൻ പറ്റാത്തൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. പിന്നെ എപ്പോൾ ജപമാല ചൊല്ലിയാലും ഉറക്കെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് തന്നെ അങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം, ഭയങ്കര സ്വർഗീയത ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഷാൻസിയുടെ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗീയത നിമിഷങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നത്. ജപമാല കെട്ടിയെടുക്കാനായിട്ട് ഷാൻസി കുഞ്ഞുനാളിൽ തന്നെ പഠിച്ചതാണ് അല്ലേ? അത് ജയന്യം പഠിപ്പിച്ചു. ഞങ്ങൾക്കും ഇതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഒരു ജപമാല ഒന്ന് കെട്ടി കാണിക്കാവോ? കാണിച്ചു തരാം. ജയന്തി ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പലപ്പോഴും ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. അല്ലെങ്കിലും ഈ തിരക്കുള്ള ലോകത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. മദർ തെരേസയുടെ വാക്കുകൾ ഓർക്കുകയാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ട്, കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുമില്ല. കൊച്ചു കൊച്ചു മണികൾ ചേർത്തെടുത്ത് ജപമാല ഉണ്ടാക്കി
അത് പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കാം. ഇവിടെ ഈ കുടുംബം ഈ ഒരു കൊച്ചു കാര്യത്തിലൂടെ നേടിയെടുക്കുന്നത് സ്വർഗം ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ്. പലപ്പോഴും മാതാവ് ചില സ്ഥലങ്ങളിൽ കണ്ണുനീരോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് മാതാവ് ഇത്രയും കരയുന്നു. ചില സമയങ്ങളിലെങ്കിലും നമുക്ക് കണ്ണുനീര് ബലഹീനതയാണ്. കരച്ചിൽ അത്ര വലിയ കാര്യമായിട്ട് എടുക്കാത്തൊരു ലോകത്തിലാണ് നമ്മൾ. ഇവിടെ മാതാവിൻ്റെ കണ്ണുനീരിന് കൊച്ചു കാര്യങ്ങളിലൂടെ ഒരാശ്വാസം നൽകുകയാണ് ഈ കുടുംബം. സത്യത്തിൽ മാതാവ് നമ്മയും വിളിക്കുന്നത് ഒത്തിരി വലിയ കാര്യം ചെയ്യാനല്ല, കുഞ്ഞു കാര്യങ്ങളിലൂടെ ആത്മാക്കളെ നേടാൻ. ഈ കുടുംബത്തോട് നമുക്കും കുടുംബത്തോടൊപ്പം ചേരാം. മാതാവിൻ്റെ കണ്ണുനീരിൽ ചേർത്ത ആത്മഭാരം നമുക്കും കൈമാറാം. എല്ലാവർക്കും ഹൃദയം നിറയെ നന്ദി. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടു